ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ബാത്തു കേവ്സ് ആണ് കേട്ടോ. മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഈ ഉയരമുള്ള മുരുകൻ്റെ പ്രതിമ. അതെ, 140 അടി ഉയരമുള്ള സ്വർണം പൂശിയ മുരുകൻ്റെ പ്രതിമ. മുരുകൻ്റെ പ്രതിമയ്ക്ക് പിറകിലായിട്ടാണ് ബാത്തു കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 400 ദശലക്ഷം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പ് പാറകളാൽ നിർമ്മിതമാണ് ബാത്തു കേവ്സ്. കേവ്സിൻ്റെ ഉള്ളിലാണ് ടെമ്പിൾസ് ഉള്ളത്. പുറത്തും ടെമ്പിൾസ് ഉണ്ട് കേട്ടോ. ഉള്ളിൽ ടെമ്പിൾസ് കാണാനായിട്ട് നമ്മൾക്ക് 272 അടി കയറി വേണം എത്താനായിട്ട്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് നേരം അവിടെ ഇവിടേക്ക് നിന്നിട്ടാണ് കയറി വന്നത് കേട്ടോ. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ പഴനിമല കയറുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരം, ഒന്നുമേ ഇല്ല. അമ്പലങ്ങളുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും കയറാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വരും അല്ലേ. അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും കയറാം. ഹിന്ദുക്കളോ അഹിന്ദുക്കളോ ഒന്നൊന്നുമില്ല, എല്ലാവർക്കും കയറാം. ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഒരു പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. ഒക്ടോബർ മാസം ഇവിടെ മൺസൂൺ തന്നെയാണ്, പക്ഷേ പകല് നല്ല ചൂടാണ്. വൈകുന്നേരം ഒരു 4 മണി കഴിയുമ്പോൾ മഴയുണ്ടാവും. ചിലപ്പോൾ 1-2 മണിക്കൂറൊക്കെ നല്ല മഴയായിരിക്കും. വീണ്ടും അത് കാലാവസ്ഥ മാറും, ചൂട് തന്നെയാകും. അപ്പോൾ പോകുമ്പോൾ ഈ മാസങ്ങളിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ചൂടത്ത് കൊണ്ട് വയ്ക്കാൻ തൊപ്പി അല്ലെങ്കിൽ കൊട, ഷാൾ അങ്ങനെയൊക്കെ കരുതാൻ മറക്കരുത് കേട്ടോ. സ്റ്റെപ്സ് കയറി നമ്മളിവിടെ എത്തി. വീണ്ടും കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് ഇറങ്ങി ഇവിടെ ഒരു ടെമ്പിൾ കാണുന്നില്ലേ, അവിടെ കയറാം. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ വീണ്ടും ഒരു ടെമ്പിൾ ഉണ്ട്, അവിടെയും കുറച്ച് സ്റ്റെപ്സ് കയറി നമ്മൾ എത്തണം. ആ മലയുടെ ഉള്ളിലാണ് ഈ കാണുന്നത്, ചുണ്ണാമ്പ് പാറകളാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് കണ്ടു തീർക്കണമെങ്കിൽ 1 മണിക്കൂറൊന്നും ശരിക്കും പോരാ. ഞങ്ങൾക്ക് ആകെ 1 മണിക്കൂർ സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ജെൻറ്റിൻ ഹൈലൈൻസിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ശരിക്കും 1 മണിക്കൂർ ഇവിടെ പോരാ, നമ്മൾക്ക് അതിൽ കൂടുതൽ വേണം. ഞങ്ങളെല്ലാവരും ഓടി നടന്ന് കാണുകയാണ് ചെയ്തത്. എല്ലാ അമ്പലങ്ങളിലൊന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് കയറാനും സാധിച്ചില്ല. അത്യാവശ്യം ഉള്ളിലുള്ള ടെമ്പിൾസിൽ മാത്രം കയറി, പുറത്തെ ടെമ്പിൾസിലൊന്നും കയറിയില്ലായിരുന്നു. പുറത്തിറങ്ങിയാലും വേറെ കേവ്സ് ഉണ്ട് കേട്ടോ. അതാ ഇവിടെ നിറയെ വാനരന്മാരാണ് കേട്ടോ. ഇവരുടെ ഒച്ചപ്പാടും ബഹളമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കേൾക്കുന്നത്. നമ്മളുടെ ഇവിടെ തൈപ്പൂയത്തിന് ആഘോഷങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇവിടെ മലേഷ്യയിലും ഇവിടുത്തെ വാർഷിക തൈപ്പൂയ ആഘോഷം നടക്കുന്നത് ഈ ബാത്തു കേവ്സിൽ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഗുഹയാണ്. ഇത് കൂടാതെ ഇവിടെ മ്യൂസിയം ഗുഹയും രാമായണ ഗുഹയുണ്ട്, പിന്നെ ഒരു ആർട്ട് ഗാലറിയും ഉണ്ട്. ഗുഹയുടെ മുകളിൽ നിന്നുള്ള ചിത്രമുണ്ട് ഈ കാണുന്നത്. ഇത് ശരിക്കും ഈ ബാത്തു കേവ്സ് കോലാലംപൂരിൽ നിന്ന് 13 കിലോമീറ്റർ നോർത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നടന്ന ആവശ്യമായപ്പോൾ ഒരു കരിക്ക് വാങ്ങിയതാണ് കേട്ടോ. നല്ല വലിപ്പമാണ്, അതുപോലെ തന്നെ നിറയെ വെള്ളമുണ്ട്. ശരിക്കും നമ്മുടെ കരിക്കിൻ്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. കേശിന് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ ബേർഡ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ ഞാൻ ശരിക്കും ബേർഡ് പാർക്കിലേക്ക് കയറില്ലേ. ഞാൻ ഈ മയിലിനുകളൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആളുകളൊക്കെ വന്ന് കണ്ടേ ഒരു പേടിയൊന്നുമില്ല. ഇത് ആക്ച്വലി ഇത് രാമായണ ഗുഹയാണ് കേട്ടോ. ഇവിടെ രാമായണത്തിലെ ഓരോ ശകലങ്ങളും ഇവിടെ ഇങ്ങനെ കൊത്തി കൊത്തി ഓരോ രൂപങ്ങളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ എഴുതി വെച്ചേക്കൊന്ന് വായിക്കാനുള്ള ടൈം ഉണ്ടായാലും ഓടി അവിടുന്ന് വീഡിയോ എടുത്ത് ഇറങ്ങാനേ എനിക്ക് സാധിച്ചുള്ളൂ. പിന്നെ നമ്മൾ ആ മയിലുകളിനെ കണ്ടില്ലേ, അവിടെ ഇവർ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ വെക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഒരു മയിലിവിടെ വേലിവിടാത്ത ആട് നിൽക്കുന്നുണ്ട്. അവന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. ഒരു പേടിയൊന്നുമില്ല. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ചെന്ന് നിന്നു, ഞങ്ങളെല്ലാവരും നിന്നു, പക്ഷെ ആർക്കും ഒരു പേടിയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ജെൻറ്റിൻ ഹൈലൈൻസിലേക്ക് പോകുന്ന വഴിയാണ്. ശരിക്കും 1 മണിക്കൂറല്ല, 1-1.5 മണിക്കൂറോളം എന്തോ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ മുഴുവൻ കണ്ടു തീർന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ വി ആർ ഗോയിങ് ടു ജെൻറ്റിൻ ഹൈലൈൻസ്. ഓൺ ദ വേ ആണ്. നിറയെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റോഡ് പറയാതിരിക്കാൻ വയ്യ. മലേഷ്യ റോഡുകൾ സൂപ്പർബാണ്, അടിപൊളിയാണ്. അതുമാത്രമല്ല വെരി നീറ്റ് ആൻഡ് ക്ലീൻ, അങ്ങനെയാണ്. ജെൻറ്റിൻ ഹൈലാൻഡ്സിലേക്കുള്ള യാത്ര ഞങ്ങൾ കേബിൾ കാറിലൂടെയാണ് പോകുന്നത് കേട്ടോ. ജെൻറ്റിൻ ഹൈലാൻഡ് ശരിക്കും ഒരു 1800 മീറ്റർ എലവേഷനുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ആക്ച്വലി ഈ മലകൾക്ക് മുകളിൽ ഉണ്ടാക്കിയേക്കുന്ന
തീം പാർക്സും ഷോപ്പിംഗ് മോൾസും ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെയാണ്. ശരിക്കും അതവിടെ ക്രിയേറ്റ് ചെയ്തതാണ് 1965 ലിം ഗോഹ് ടോങ് എന്നൊരു മലേഷ്യൻ ബിസിനസ് മാനാണ് ഇവിടെ ഇങ്ങനെ ഒരു ജെൻറ്റിങ് ഹൈലാൻഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ ഇതുപോലൊരു വൺ സെറ്റപ്പ് ചെയ്തെടുത്തൊരു മനുഷ്യൻ. നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് കയറിയില്ലേ, അവാന സ്കൈവേ സ്റ്റേഷൻ എന്നാണ് അതിന് പറയുക. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റേഷനാണ് ചിൻസ്വേ സ്റ്റേഷൻ എന്ന് പറയും. ചിൻസ്വേ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ടെമ്പിളാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് ടെമ്പിളിലൊക്കെ കാണാം. ഞങ്ങളും ഇറങ്ങി അവിടെ പോയി ടെമ്പിളിലൊക്കെ കയറി. ശരിക്കും ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ടെമ്പിൾ ശരിക്കും കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടാണ്. അവിടെ നിന്ന് നമുക്ക് എസ്കലേറ്റേഴ്സ് ഉണ്ട്. അത് എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നിയിട്ട്, ഒരു 5-6 സ്റ്റെപ്സായിട്ട്, അതായത് ഒരു എസ്കലേറ്റർ, അത് കഴിഞ്ഞ് വേറൊരു എസ്കലേറ്റർ, അങ്ങനെ ഒരു 5-6 എന്തോ ഉണ്ടായിരുന്നു. എന്തായാലും അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. കാരണം കേശുവിനും എടുത്തുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു, കാരണം അവന് കുറച്ച് ഹെഡേക്ക് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എസ്കലേറ്റേഴ്സ് ഉള്ളത് കൊണ്ട് സുഖമായിട്ട് ഇറങ്ങിയും കയറിയും ഞങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചു. നമ്മൾക്ക് ഈ കേബിൾ കാർ റൈഡ് ഒരു 10 മിനിറ്റ് ഉണ്ട്. നമ്മൾ ചിൻസ്വേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം സെയിം ടിക്കറ്റ് വെച്ച് തന്നെ വേണം നമുക്ക് മുകളിലേക്ക് സ്കൈ അവന്യൂ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ടിക്കറ്റ് ഒരിക്കലും നമ്മൾ കളയരുത്. ഇതാണ് ഏറ്റവും മുകളിലത്തെ ഉള്ള വ്യൂ, ഈ കാണുന്നതാണ്. ഇത് ഇവിടുത്തെ പുറത്തുള്ള ഒരു തീം പാർക്കാണ് കേട്ടോ. ഇവിടെ ഏതാണ്ട് 31ഓളം റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു ദിവസം പോരെ കണ്ടു തീർക്കാനായിട്ട്. ഒരു 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യേണ്ട. ആ കാണുന്ന കണ്ടില്ലേ, അത് ഫസ്റ്റ് വേൾഡ് ഹോട്ടലാണ് ഇവിടുത്തെ കേട്ടോ. ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ് ബൈ ദ നമ്പർ ഓഫ് റൂംസ് ആണ്. നമ്പർ ഓഫ് റൂംസിൻ്റെ ഇതിൽ ഏറ്റവും വലിയ ഏകദേശം 7351, ഏകദേശം അല്ല കേട്ടോ, 7351 റൂംസ് തന്നെ ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഇൻസൈഡ് തീം പാർക്കാണ് കേട്ടോ. പിന്നെ ഇത് കൂടാതെ ഇവിടുത്തെ വേറൊരു കാര്യം, ഇവിടെ കാസിനോ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ മലേഷ്യയിലെ അംഗീകൃതമായതോ ഇപ്പം നടക്കുന്നതുമായുള്ള ഒരു കാസിനോ ആണ് ഇവിടെ ഉള്ളത്. നമ്മൾക്കും കയറാം. ഞങ്ങളവിടെ കയറുമ്പോൾ ഒരു കാര്യം, നമ്മൾ ഫോറിനേഴ്സ് ആയതുകൊണ്ട് എന്തായാലും പാസ്പോർട്ട് കയ്യിലുണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അവർ കയറ്റുള്ളൂ. ഞങ്ങൾ കയറി, പക്ഷെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിപാടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കണ്ടു നടന്നു. നമുക്കൊന്നും ചെയ്തൊന്നുമില്ല. അതായത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. പിന്നെ കാസിനോയിൽ നമ്മൾ ചെറുപ്പക്കാർ മാത്രമാണ് കളിക്കുന്നത്, അങ്ങനെയൊന്നുമല്ല. അമ്മൂമ്മമാർ വരെ അവിടെ വന്നിരുന്ന് കാസിനോയിൽ കളിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് കളിക്കുന്നതെന്ന് ഒരു പിടിപാട് ഉണ്ടായതുകൊണ്ട് ഞങ്ങളെല്ലാം കണ്ടു നടന്നത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് ആക്ച്വലി. അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ അടിപൊളിയാണ്. ശരിക്കും ഈ ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ 7 റിസോർട്ട്സ് ഉണ്ട്, അതുപോലെ 5 ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകണം, നമുക്കൊരു പിടിപാടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് വേൾഡ് തന്നെയാണ് കേട്ടോ. ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു ആക്ച്വലി. അങ്ങനെ ഞങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചിറങ്ങുകയാണ് ഗൈസ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേൾഡ് ഹോട്ടലിലോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ റിസോർട്ട്സിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും കേട്ടോ. ഞങ്ങളുടെ പാക്കേജിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് കോലാലംപൂരിൽ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ച് പോകുന്നത്. പിന്നെ കേബിൾ കാർ വഴി മാത്രമല്ല കേട്ടോ, സാധാ റോഡ് കണ്ട് നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട്. കേബിൾ കാറിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞ് പേടിച്ചിട്ടാണ് കേട്ടോ കയറിയത്. ഒരു തവണ കാശ്മീർ വെച്ച് കയറി തല ഇറങ്ങി ആവശ്യമായി. പക്ഷേ ഇത് ഇത്തവണ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ, സുഖമായിട്ട് കയറി ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.